അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും മഹിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ നീറുന്നു. മഹിയെ അവിശ്വസിക്കാൻ തോന്നിയ നിമിഷത്തെ അവർ പഴിച്ചുപോയി. മറ്റൊരുവളുമായി ശരീരമോ ജീവിതമോ പങ്കുവെക്കാതെ തന്നെ മാത്രം ഓർത്ത് ഇത്രയും വർഷങ്ങൾ ജീവിച്ച മഹിയെയും മറ്റൊരാൾക്ക് ശരീരവും മനസ്സും ജീവിതവും എല്ലാം പങ്കിട്ട് കൊടുത്ത് തന്നെയും ഓർക്കുമ്പോൾ നീരജക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നി. നരേന്ദ്രൻ എന്ന വലിയ തെറ്റിനെ ഓർത്ത് ഇന്നവർ വല്ലാണ്ട് പശ്ചാത്തപിക്കുന്നുണ്ട്. മഹിയുടെ വാക്കുകൾ ഓർക്കവേ നീരജയുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയായിരുന്നു. നീരജ വിളിക്കുമ്പോൾ മീര ഡ്രൈവിങ്ങിലായിരുന്നു. ഇരുവരും ഓഫീസിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അവൾ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മഹിയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. സ്വന്തം ഫോണിൽ കാര്യമായി എന്ന് നോക്കുകയായിരുന്നുവെങ്കിലും നീരജയുടെയും മീരയുടെയും സംസാരമൊക്കെ മഹി കേൾക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കണമെന്ന് കരുതിയതല്ല. തന്നെപ്പറ്റി പറയുന്നത് കേട്ടപ്പോൾ അറിയാതെ ശ്രദ്ധിച്ചു പോയി. മുഴുവൻ കേട്ടപ്പോഴേക്കും ദേഷ്യം വന്ന് പ്രതികരിച്ചും പോയി. പറഞ്ഞു തീർന്ന് ഫോൺ കട്ടായപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന ബോധം മഹിക്കുണ്ടായത്. മീര അച്ഛനെ തന്നെ പകച്ച് നോക്കിപ്പോയി. മഹി ഇടയ്ക്ക് കയറി സംസാരിക്കുമെന്ന് അവളും കരുതിയില്ല. ഡ്രൈവിങ്ങിനിടയിൽ എപ്പോഴത്തെയും പോലെ അങ്ങ് സംസാരിച്ചതാണ് അവൾ. മഹിയെക്കുറിച്ച് ഇന്ന് വരെ ഒന്നും സംസാരിക്കാൻ വന്നിട്ടില്ല. നീരജ കാരണമാണ് മഹി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരലക്ഷ്മിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്ന് വെറുതെയെങ്കിലും ആരെങ്കിലുമൊക്കെ പറയുമോ എന്ന് ഭയം നീരജയിലുണ്ടാവാം. ആ ഭയം കൊണ്ടാവാം നീരജ വരലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് എന്നാണ് മീരയ്ക്ക് തോന്നിയത്. മഹിയെ വിടാതെ നോക്കുന്നവളുടെ ശ്രദ്ധ ഡ്രൈവിങ്ങിൽ നിന്ന് അല്പം പാളിപ്പോയി. മോളെ! മഹി ശബ്ദമുയർത്തി വിളിക്കുമ്പോഴാണ് എതിരെ പാഞ്ഞു വരുന്നൊരു ബൈക്ക് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൻ സൈഡൻ ബ്രേക്ക് ഇട്ടെങ്കിലും ആ കാറ് ബൈക്കിനിടിക്കുകയും ആ ബൈക്കും അതിലുണ്ടായിരുന്ന രണ്ടുപേരും റോഡിലേക്ക് വീഴുകയും ചെയ്തു. മീര ഒരു നിമിഷം പകച്ചുപോയി. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആക്സിഡന്റ് അവളെ ഭയപ്പെടുത്തി. മഹി മകളുടെ കയ്യിൽ ആശ്വസിപ്പിക്കും പോലെ ഒന്ന് അമർത്തി പിടിച്ചുകൊണ്ട് വേഗം ഡോറ് തുറന്നിറങ്ങി. പാഞ്ഞു ചെന്ന് ആ ചെറുപ്പക്കാരെ പിടിച്ചെണീപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. ബൈക്ക് ഓടിച്ചവൻ്റെ കാലിലേക്കാണ് ബൈക്കും മറിഞ്ഞു വീണത്. കാലം നനക്കാൻ പോലും കഴിയാതെ അവൻ അലറി കരയുകയാണ്. പിറകിലിരുന്നവർ തെറിച്ചു പോയി റോഡ് സൈഡിലുള്ള ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് വീണ് കിടപ്പുണ്ട്. അവൻ്റെ തലപൊട്ടി ചോര വരുന്നുണ്ട്. തുടകൾ പോസ്റ്റിനടുത്തായി ഉണ്ടായിരുന്ന കൂർത്ത കല്ലിൽ ഇടിച്ച് കയറിയിട്ടാവണം കാലിൽ കൂടി ചോര ഒഴുകുന്നുണ്ട്. ബൈക്കിനടിയിൽ കിടക്കുന്നവനും തലയിലും കയ്യിലും ഒക്കെ മുറിവുകളുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ ആ രണ്ട് ശരീരങ്ങളും ചോരയിൽ കുളിക്കുന്നത് കണ്ട് മഹി സ്തംഭിച്ച് നിന്നുപോയി. ആളുകൾ ഓടിക്കൂടി. ഒരു ഗുഹയിൽ നിന്ന പോലെ പലരുടെയും കുറ്റപ്പെടുത്തൽ കേൾക്കാം. ആരൊക്കെയോ ബഹളം വെക്കുന്നു, ചീത്ത പറയുന്നു. പോലീസിനെ വിളിക്കാൻ റെഡിയായി കുറച്ച് പേര്. ഫോട്ടോസും വീഡിയോസും പകർത്താൻ മാറ്റി ചിലർ. അവരെ പിടിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് മനുഷ്യന് വേറെയും. മഹിയെ അറിയാവുന്ന ചിലർ ബഹുമാനത്തോടെ നിൽക്കുന്നു, ചിലർ മഹിക്കൊപ്പം നിൽക്കുന്നു. മഹി തിരിഞ്ഞൊന്ന് മീരയെ നോക്കി. അവൾ ചില കണക്ക് സ്റ്റിയറിംഗിൽ പിടിമുറുക്കി അതേ ഇരിപ്പാണ്. ആ ഞെട്ടിൽ ഇതുവരെ മാറിയിട്ടില്ല. ചിലർ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാറിന് നേർക്ക് പായുന്നുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങുവച്ചേ, ആ പാവത്തങ്ങൾ അടിച്ച് കൊലാറാക്കിയിട്ട് പല കൂലിക്കോണെന്ന് നോക്കിക്കേ. റോഡ് നിന്റെയൊക്കെ അപ്പൻ്റെ വകയാണോ? ഇറങ്ങിങ്ങോട്ട്. ആൾക്കൂട്ടത്തിൽ ഒരുവൻ ആ ഡോറ് വലിച്ചു തുറന്ന് മീരയെ പുറത്തേക്ക് വലിച്ചിറക്കി. മീര ഭയന്ന് പോയി. ഒന്ന് രണ്ട് പേര് അവളെ ശരിക്കെടുത്തിട്ട് കുടഞ്ഞു. തെറ്റ് തൻ്റെ ഭാഗത്തായത് കൊണ്ട് അവൾ തല കുളിച്ച് നിന്ന് കേട്ടതേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് വന്ന് പിടിക്ക്, ഇവര് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടേ. മഹിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരവിടെ വേദന കൊണ്ട് പുളയുന്നതൊന്നും അവർ കാണുന്നില്ല. അതിനിടക്കാണ് അതോർത്ത് മഹി പല്ല് കടിച്ചത്. ആദ്യം പോലീസ് വരട്ടെ. നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന പോക്കിൽ ഇവന്മാർക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ അതിൻ്റെ പിന്നാലെ ഞങ്ങൾ തൂങ്ങേണ്ടി വരും. അതുകൊണ്ട് പോലീസ് വന്നിട്ട് തീരുമാനിക്കാം. അതുവരെ ഇവളും ഇവിടെ നിൽക്കട്ടെ. മീരയെ പിടിച്ചു വലിച്ചിറക്കിയവൻ പറഞ്ഞു. അതിനിടയ്ക്ക് ഇവരിവിടെ കിടന്ന് ചാവുന്നെങ്കിൽ ചാവട്ടെ എന്നല്ലേ. മഹിക്ക് ദേഷ്യം വന്നു. ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ പ്ലീസ്. ബൈക്കിനടിയിലായവൻ കരഞ്ഞു പറഞ്ഞു. അവനെ ആരൊക്കെയോ ചേർന്ന് അടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി മാറ്റി കിടത്തിയിട്ടുണ്ട്. എന്നിട്ടും വേദന സഹിക്കാൻ കഴിയാതെ അവൻ പുളയുകയാണ്. വരുണേ ഡാ. തൊട്ടരികിൽ ബോധമില്ലാതെ കിടക്കുന്നവനെ അവൻ ആയാസപ്പെട്ട് വിളിക്കുന്നുണ്ട്. ശിക്ഷയൊക്കെ പിന്നീടാവാം, അതുങ്ങൾ വേദന കൊണ്ട് പുളയാം. ആരെയൊക്കെ ഒന്ന് പിടിക്ക്. ഒരു മധ്യവയസ്കൻ മുന്നോട്ട് വന്നു. പിടിക്ക് സാറേ. അയാൾ പറയേണ്ട താമസം മഹി അയാളെ സഹായിക്കാൻ തയ്യാറായി. കുറച്ചാളുകൾ കൂടി സഹായിക്കാനെത്തിയതും ഇത്തിരി പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും രണ്ടുപേരെയും കാറിലേക്ക് കയറ്റി. ഒപ്പം ആ മധ്യവയസ്കനും. മീരെ വന്ന് കാറിൽ കയറി. നട റോഡിൽ പകച്ചു നിൽക്കുന്ന മകളോടായി വെപ്രാളപ്പെട്ട് മഹി പറഞ്ഞതും ഒന്ന് രണ്ട് പേർ അവളെ തടഞ്ഞു വെച്ചു. അപ്പൊ പോലീസ് വരുമ്പോൾ പ്രതി വേണ്ടേ? അവളെ പിടിച്ചിറക്കാൻ അവളെ വീണ്ടും പിടിച്ചു വെച്ചു. മഹിക്ക് ദേഷ്യം വന്നു. പാഞ്ഞു നിന്ന് മഹി അവനെ തള്ളി മാറ്റി. പോലീസിന്റെ പണി അവർ ചെയ്തോളും. അവളെങ്ങോട്ടും നാട് വിടാനൊന്നും പോകുന്നില്ല. മാറി നിൽക്കടാ.
അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളിക്കൊണ്ട് മഹി മീരയെ കാറിലേക്ക് കയറ്റി. അതിവേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് കാറ് മഹി മുന്നോട്ട് കുതിപ്പിച്ചു. എടാ വരണേ, കണ്ണു തുറക്ക് വരണേ. കാറിൽ കയറുമ്പോഴും അവൻ ബോധമില്ലാത്ത വരുണിനെ ഒരുത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. വരുണേ. തൻ്റെ ആവശ്യതകൾ മറന്നുകൊണ്ട് അവൻ വരുണിനെ കുലുക്കി വിളിച്ചു. ജിതി. തീരെ ദുർബലമായൊരു സ്വരം വരുണിൽ നിന്നും പുറത്തേക്ക് വന്നു. ജിതിൻ്റെ ശ്വാസം അപ്പോഴാണ് നേരെ വീണത്. അവൻ നെഞ്ചിൽ കൈവച്ച് ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു. പേടിപ്പിച്ച് കളഞ്ഞട പന്നി. തൻ്റെ വേദനകൾ കടിച്ചു പിടിച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ജിതിൻ പറയുമ്പോൾ വരലിൽ നിന്ന് നേർത്തൊരു മൂളലും മാത്രമേ ഉണ്ടായിരുന്നു. ജിതിൻ്റെ വലത് കാലിൽ പൊട്ടലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ കാല് പ്ലാസ്റ്റർ ചെയ്തു. അവൻ്റെ കൈയും ദേഹമൊക്കെ റോഡിൽ ഉരഞ്ഞ് തൊലി പോയിട്ടുണ്ട്. നെറ്റിയിൽ പൊട്ടലും, എങ്കിലും പേടിക്കാൻ മാത്രം ഒന്നുമില്ല. പക്ഷെ വരുണിൻ്റെ അവസ്ഥ കുറച്ച് മോശമായിരുന്നു. അവൻ്റെ തലയിൽ അത്യാവശ്യം നല്ലൊരു പൊട്ടലുണ്ട്. ശരീരം മുഴുവൻ ആഴത്തിലുള്ള മുറിവുകളും. തുടകളിലിടിച്ച കൂർത്ത കല്ലിൻ്റെ ബാക്കിയായി തുടയലുകൾക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട്. സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. വരുണിൻ്റെ വീട്ടിൽ വിവരം അറിയിച്ചപ്പോൾ അമ്മക്ക് വരാൻ സൗകര്യമില്ലെന്ന് തീർത്ത് പറഞ്ഞു കളഞ്ഞവർ. ഒടുവിൽ അവൻ്റെ ഒരു ചെറിയച്ഛൻ ഓടിപ്പാഞ്ഞു വന്നു. ജിതിന് വേണ്ടി നിലവിളിച്ചുകൊണ്ട് അവൻ്റെ കുടുംബം മുഴുവനുണ്ടായിരുന്നു. അവർ കേസ് കൊടുക്കുമോ എന്നൊരു ഭയം മഹിക്കും മീരക്കും ഉണ്ടായിരുന്നുവെങ്കിലും അതുണ്ടായില്ല. താൻ ഓവർ സ്പീഡാണെന്ന് ജിതിൻ തുറന്ന് സമ്മതിച്ചുകൊണ്ടോ അതോ ഹോസ്പിറ്റൽ ചെലവും ആക്സിഡൻ്റ് ആയതിന് നഷ്ടപരിഹാരമായി നല്ലൊരു തുക മഹി ഏറ്റത് കൊണ്ടോ എന്തോ ആദ്യമൊക്കെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയവർ പിന്നെ അങ്ങാണെങ്കിൽ ഹോസ്പിറ്റലിൽ ബില്ല് മുഴുവൻ മഹി അടക്കുന്നത് കണ്ടതോടെ ജിതിൻ്റെ വീട്ടുകാർക്കൊരു മയത്തിലേക്കായി പെരുമാറ്റം. വരുണിൻ്റെ ചെറിയച്ഛൻ പിന്നെ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല, മിണ്ടാതൊരാളായി വന്നു നിൽക്കുന്നു എന്ന് മാത്രം. കുറച്ചു നേരം ഇടപെട്ട നേരം കൊണ്ട് അയാളൊരു നല്ല മനുഷ്യനാണെന്ന് മഹിക്ക് തോന്നി. മീരയാകെ വിറങ്ങലിച്ച് തന്നെ ആ ഹോസ്പിറ്റലിൽ മാറിയിരിപ്പുണ്ട്. അവളാകെ ഭയന്ന് പോയി. ആദ്യമായാണ് ഇത്തരമൊരു തെറ്റ് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവർ ഓവർ സ്പീഡ് ആയിരുന്നു എന്ന് സമ്മതിച്ചെങ്കിലും അത് തൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രം ഉണ്ടായതാണെന്ന് മീര വിശ്വസിച്ചു. രണ്ടുപേരെ ഒന്ന് ചെന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു വല്ലായ്മ. താൻ കാരണമാണ് അവർ ഈ അവസ്ഥയിലായത്, ഇത്രയധികം വേദന തിന്നത്. ചോരയിൽ കുളിച്ച് കിടന്ന ആ രണ്ട് ദേഹങ്ങൾ അവൾ വല്ലാതെ അസ്വസ്ഥമാക്കി. സമാധാനം തന്ന ദൈവം തനിക്ക് വിധിച്ചിട്ടില്ലേ എന്ന് തോന്നിപ്പോയി അവൾക്ക്. മോൾ ഇവിടെ തന്നെ ഇരിക്കുവാണോ? വന്നേ. ഇരുന്നേരത്തിന് തന്നെ മണിക്കൂറുകൾക്ക് ഇപ്പുറവും ഇരിക്കുന്നവളെ കണ്ട് മഹി സ്നേഹത്തോടെ ചോദിച്ചു. അച്ഛാ, അവര്? അവൾ ആശങ്കയോടെ തിരക്കി. ഞാൻ പറഞ്ഞില്ലേ മോളെ, പേടിക്കാനൊന്നുമില്ല. ആ വരുണെന്ന് പറയുന്ന പയ്യൻ്റെ കാലിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അവനെ സർജറിക്ക് കൊണ്ടുപോയേക്കുവാ. ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്നും അല്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. ഇനിയെങ്കിലും നീ ഒന്ന് ശ്വാസം വിടും മീരേ, എന്നിട്ട് വീട്ടിലോട്ട് പൊക്കോ. പോകും മുന്നേ ആ മറ്റേ പയ്യനൊന്ന് കയറി കണ്ടേക്ക്. അവനെ റൂമിലോട്ട് മാറ്റി മാഹി പറഞ്ഞു. അവൾ വല്ലായ്മയോടെ അച്ഛനെ നോക്കി. ചെല്ലു മോളെ, കാര്യം രണ്ടു കൂട്ടരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നമ്മുടെ അശ്രദ്ധ കൊണ്ടുകൂടി ആ പിള്ളേർ ഈ അവസ്ഥയിലായത്. ഒന്ന് കയറിയൊരു നോക്ക് കാണാതെ പോകുന്നത് മോശ. അവർക്ക് വേണമെങ്കിൽ കേസ് കൊടുത്ത് നഷ്ടപരിഹാരമായി കുറേ ചോദിക്കായിരുന്നു. അല്ലെങ്കിൽ നമ്മളെ കേസും പൊല്ലാപ്പോയിട്ട് കുറേ കാലം ഓടിക്കാമായിരുന്നു. അവരതൊന്നും ചെയ്തില്ലല്ലോ. കണ്ടിട്ട് പാവം പിള്ളേരാണെന്ന് തോന്നുന്നു, മാഹി പറഞ്ഞു. പോയി കാണുന്ന പ്രസിഡൻ്റായിട്ടല്ല, അവർ വണ്ടി അടിച്ച് കൊല്ലാറാക്കിയിട്ട് ഇനി എങ്ങനെ താൻ ആ മുൻപിൽ ചെന്ന് നിൽക്കും? വാ, നമുക്ക് ജിതിനൊന്ന് കണ്ടിട്ട് വരാം. മഹി അവളുടെ കയ്യിൽ പിടിച്ച് എണീപ്പിച്ചു. വിറയലോടെ അവൾ അച്ഛൻ്റെ കയ്യിൽ പിടിമുറുക്കി ആ പിന്നാലെ നടന്നു. മുറിക്കുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ അവിടെ നിറച്ചും ആളുകളാണ്. ജിതിൻ്റെ അമ്മയും അച്ഛനും ചേട്ടന്മാരും ചേച്ചിയും മളിയനൊക്കെ ഉണ്ട്. പിന്നെ അവനെ കാണാൻ വന്നവരും പോകുന്നവരും വേറെയും. ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം നേഴ്സ് വന്ന് ചീത്ത പറഞ്ഞു ആൾക്കൂട്ടം കണ്ടിട്ട്. അപ്പം വരുന്നവരെയൊക്കെ ജിതിൻ്റെ അളിയൻ പറഞ്ഞു വിടും. മീര ചെന്നപ്പോൾ ജിതിൻ്റെ അമ്മാവനും കുടുംബവും അവനെ കണ്ട് തിരികെ പോവുകയാണ്. അമ്മാവൻ്റെ മകളോട് കണ്ണുകൾ കൊണ്ടും ചുണ്ടുകൊണ്ടും എന്തോ കുരുത്തക്കേട് കാണിക്കുകയാണ് അവൻ. അതുവരെ സങ്കടം നേലിച്ചിരുന്ന ആ പെണ്ണിൻ്റെ മുഖത്ത് പെട്ടെന്നൊരു ചിരിയും നാണവും വന്നത് കൗതുകത്തോടെ മീര നോക്കി നിന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ തനിക്ക് അന്യമാണെന്ന് അവൾ ഓർത്തു. മഹിയും മീരയും അവനെ കാട്ടിക്കൂട്ടിൽ കണ്ടതുപോലെ തന്നെ ജിതിൻ്റെ അമ്മയും അത് കണ്ടിരുന്നു. കൈവലിച്ചൊന്ന് കൊടുക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ അവസ്ഥയോർത്ത് അത് വേണ്ടെന്ന് വെച്ച് കണ്ണുരുട്ടി ഒന്ന് നോക്കിയവർ അതിനും ജിതിനൊന്ന് ഇളിച്ച് കാട്ടുകയും ചെയ്തു. അമ്മാവനും കുടുംബവും മഹിയെയും മകളെയും സംശയത്തോടെ നോക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും മഹിയും മീരയും അകത്തേക്ക് കയറി. മീര ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് ആ പെണ്ണ് പോകുന്ന പോക്കിൽ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ മറ്റെല്ലാം മറന്ന് ഉള്ളാലെ ചിരിച്ചു പോയവൾ. മഹിയെ കണ്ടപ്പോൾ ജിതിൻ്റെ അമ്മയും പെങ്ങളും ചേട്ടന്മാരൊക്കെ അങ്ങ് എണീറ്റ് നിന്നു. ജിതിന് വിനയത്തോടൊന്ന് ചിരിച്ചു. ആളറിയാതെയാ സാറേ ഇവരൊക്കെ സാറിനോട് ചൂടായത്, ക്ഷമിക്കണം. ജിതിൻ കണ്ടപാടെ മഹിയോട് പറഞ്ഞു.
ജിതിൻ്റെ കുടുംബം വിനയത്തോടെ നിൽക്കുന്നുണ്ട്. മഹി അവരെയൊക്കെ നോക്കി പുഞ്ചിരിച്ചു. ആളറിഞ്ഞിട്ടായാലും അറിയാതെയായാലും അവരെ കുറ്റം പറയാനൊക്കില്ലടൂ. കാരണം തെറ്റ് എൻ്റെ മകളുടെ ഭാഗത്താണ്. ജിതിൻ്റെ അമ്മ മാറിക്കൊടുത്ത ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് മാഹി പറഞ്ഞു. മീര ചെറിയൊരു പതർച്ചയോടെ അവരെയൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ അവരൊക്കെ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇയാൾ പേടിച്ചു പോയോ? മീരയുടെ നിൽപ്പ് കണ്ട് ജിതിൻ തിരക്കി. അവളവനെ നോക്കി അറിയാതെ തല കുലുക്കിപ്പോയി. അത് കണ്ടവൻ മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. പേടിക്കേണ്ടടോ, ഇതൊന്നും നമുക്കൊരു വിഷമയല്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വീഴ്ചകളൊക്കെ കിട്ടാറുള്ളതാ. അവനും വലിയ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. ടെൻഷൻ അടിക്കൊന്നും വേണ്ട. തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ടല്ലോ. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ഇയാൾക്കൊരു തലവേദനയാവില്ല. അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടാവണം ജിതിൻ അത്രയൊക്കെ പറഞ്ഞത്. അത്രയും കേട്ടപ്പോൾ അവൾക്ക് ചെറുതല്ലാത്തൊരു ആശ്വാസം. അതുകൊണ്ട് തന്നെ ഇത്തവണ പിശുക്കാതെ തന്നെ അവൾ അവനെ നോക്കി ചിരിച്ചു. തിരിച്ച് അവനും കൊടുത്തു നല്ലൊരു ചിരി. ചിലരൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഒറ്റ പോക്ക. തിരിഞ്ഞു പോലും നോക്കില്ല. ചത്തോ ഇല്ലയൊന്നും നോക്കില്ല. ഒരു 2 കൊല്ലം മുന്നേ വെറുതെ ഒരു ചായക്കടക്ക് മുന്നിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന ഇവനെ ഒരു കാറുകാരൻ വന്ന് ഇടിച്ചു പോയി. തിരിഞ്ഞു പോലും നോക്കിയില്ല. അന്ന് എൻ്റെ പെങ്കൊച്ചിൻ്റെ സ്വർണം വെച്ചാ ഞാൻ ഇവനെ ആശുപത്രിയിൽ നിന്ന് ഇറക്കിയത്. ജിതിൻ്റെ അമ്മ പറഞ്ഞു. ഇവർക്ക് മനുഷ്യത്തുള്ളതുകൊണ്ട് ഇവർ വണ്ടി നിർത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇത്രയൊക്കെ ചെയ്തില്ലേ, നന്ദിയുണ്ട്. ജിതിൻ്റെ അമ്മ പറഞ്ഞതിൻ്റെ ബാക്കി പോലെ കൂട്ടിച്ചേർത്തു. അങ്ങനെയൊന്നും പറയണ്ടടോ. തൻ്റെ മകളുടെ ശ്രദ്ധക്കുറവ് കാരണം താനും തൻ്റെ ഫ്രണ്ടും ഒത്തിരി വേദന സഹിച്ചില്ലേ. എന്നിട്ട് കേസും കൊടുക്കാതെ ക്ഷമിക്കാൻ തോന്നിയില്ലേ. അതിന് എന്ത് പകരം തന്നാലും മതിയാവില്ല, മാഹി പറഞ്ഞു. ജിതിൻ ചിരിച്ചു. മീരയെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. മീരയ്ക്ക് സമാധാനം തോന്നി. ഒന്നിനു പിറകെ ഒന്നൊന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഓർത്തിരിക്കുകയെന്നവൾ.